വിചാരിക്കുന്ന പോലെ ഞാൻ പുറത്തേക്ക് വന്നല്ല, ദാമേട്ടനെ സഹായിക്കാൻ കൂടി. എന്നെ സഹായിക്കാനായിട്ട് വന്നാ. ഇപ്പൊ ഓൻ വീട് മുഴുവൻ വൃത്തിയാക്കി. നിങ്ങൾ വരുന്നതിന് മുമ്പ് തീർത്തു പോണെന്ന് കരുതിയതാ. കുറച്ചും കൂടി ബാക്കിയിട്ട് മുഴുവനും വൃത്തിയാക്കിയിട്ട് കൂലിയും വാങ്ങി പൊയ്ക്കോണം. നിക്ക് ഈ ചട്ടയും ജോലി ഒന്ന് മാറ്റിക്കോട്ടെ. അതിനതത്ര മോശ സാധനമൊന്നുമല്ല. നിങ്ങളെ കുന്തം പിടിച്ച് നിക്കാണ്ട് ഇങ്ങോട്ട് വന്നേ. എന്ത് ഇങ്ങോട്ട് വരീന്ന്. ഓ എന്ത് നിങ്ങക്ക് പ്രാന്താ മനുഷ്യ ഓനെ പിടിച്ചകത്ത് കയറ്റാൻ. എന്നയ്യ അറിഞ്ഞോ, ഞാൻ ഓനെ മനഃപൂർവ്വം വിളിച്ചോണ്ടെന്ന് തന്നെയാ. ഓനോന്റെ കുട്ടി കാണല്ലേ. അതൊക്കെ സാവകാശം ശരിയാക്കാൻ. എന്നിട്ട് ഇത്രയും കാലമായിട്ട് ഈ ഒക്കെ എന്തോ ഒലത്തിയത്. അതിപ്പോ ഓള് അതിന് മാത്രം എന്ത് തെറ്റാവൻ ചെയ്തത്? വെള്ളത്തിന്റെ പുറത്ത് ഒന്നടിച്ചു, അത്രയല്ലോ. അടിച്ചു നല്ല പറയേണ്ടത്. ഒരു കാരണമില്ലാതെ എടുത്തിട്ട് പെരുമാറിന്ന് പറയണം. അതിനവൻ പലവട്ടം കാല് പിടിച്ചില്ലേ, താണുകേട് പറഞ്ഞില്ലേ. അതൊന്നും പോരാന്ന ഓള് പറയണത്. പിന്നെ എന്ത് വേണം? ഓ എനിക്കറിയില്ല. ഇടങ്ങാറായി ഇത്. എനിക്കെന്റെ കുഞ്ഞിനെ ഒന്ന് കാണണം. ഉറപ്പുണ്ടോ എന്റെ ചോരയാന്ന്? എത്ര വട്ടം പറഞ്ഞു ഇന്ത്യ തന്നെയാന്ന്. എന്റെ തല്ലില്ലടാ. എന്റെ അമ്മ എനിക്ക് എഴുതുന്ന പോരാട്ടത്തിന്റെ പ്രമാണം പണയം വെച്ച് എന്റെ പേര് ലോൺ എടുത്തിട്ട് എന്നിട്ടിപ്പോ ജപ്തി വന്നപ്പോ അന്നോടൊന്നും ചോദിക്കാൻ പാടില്ലല്ലേ? എന്നിട്ട് എന്താണ് നോട്ടീസ് വന്നത്? ഞാനും കുഞ്ഞി പെരുവഴിയിൽ ഇറങ്ങേണ്ടി വന്ന കൊല്ലുവന്ന ഞാൻ. ഓളൊരു കുടുംബശ്രീയും തൊഴിലുറപ്പും പാർട്ടിയും എനിക്ക് തിരിയുണ്ടല്ല. എനക്കിപ്പോ എന്നെ ബോധിക്കാണ്ടായി. അതേടോ, ഇത്രയും കാലം എന്നെ സഹിച്ചില്ല ഞാൻ. ഇനി പറ്റൂല എനിക്ക്. എന്തിനാണ് സഹിച്ചത്? ഇതെന്റെ പോരേം പറമ്പാണ്. ഇറങ്ങിപ്പോട്ടെ ഇയാടാ. എന്റെ ഇളക്കം പാർട്ടിക്കാരെ കണ്ടിട്ടാണെങ്കിൽ ഓല് ഗുണില്ലേ പുല്ല. ഇത്രയും കാലം ഈ എന്റെ ദേഹത്ത് കൈവച്ചില്ല, ഇപ്പൊ അതും കാട്ടിക്ക. ഇതോടെ തീർന്നല്ല. എന്റെ മേത്തോട്ടെ എന്നോട് പകരം വിട്ടില്ലേ? ഇതൊന്ന് പുറത്ത് വന്നിട്ട് അന്നൊന്ന് തരത്തിൽ കിട്ടാൻ കാത്തിരിക്കുന്നു ഞാൻ. തീർന്നില്ല എന്റെ കൽപ്പ്. അതങ്ങനെ ഒന്നും തീരൂല. എത്ര വട്ടം താണുകയാണ് പറഞ്ഞു. എന്റെ കാല് പിടിക്കണോ? ഞാൻ കാല് പിടിച്ചും കെട്ടിപ്പിടിച്ചും ഉമ്മ വെച്ചും ഒക്കെ നാടകം കളിക്കുമ്പോ എല്ലാം മറന്ന് ഫാമിലി ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്ന പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടണ്ട എന്നെ. എനിക്ക് എന്റെ കുട്ടീനൊന്ന് കാണാൻ പറ്റുമോ? കണ്ടിട്ട് പോയിക്കോണം വേഗം. എനിക്ക് വേറെ പണിയുണ്ട്. തൊട്ടു പോരുത്. പറഞ്ഞതൊക്കെ ഞാൻ ആവർത്തിക്കണോ?
അച്ഛാ, അമ്മയും കുഞ്ഞാവേ വന്നിട്ടുണ്ട്. ഞാൻ വീട്ടിൽ പോയിരുന്നു. അമ്പട കള്ള. അപ്പൊ ഞാൻ വരുന്നതിന് മുമ്പ് കുഞ്ഞാവിനെ കണ്ടു അല്ലേ? കണ്ടു. ആരെപ്പോലുണ്ട് പറയാ? നിന്റെ അമ്മയെ പോലുണ്ട്. അച്ഛൻ എന്തൊരു ഉഷാറില്ലാത്തത്? അച്ഛൻ ഇനി അമ്മേന്റെ അടുത്തേക്ക് വരില്ലേ? വരാം, എന്നെങ്കിലും വരാം. പ്രസിദ്ധേച്ചി ഓല് വന്നില്ലേ? ഇന്നത്തെ നാളിലെ നഫീസാത്ത പറഞ്ഞത്. അതിലൊക്കെ തുറന്നെടുപ്പുണ്ടല്ലോ. ആ, നേരത്തെ വരണമെന്ന് കരുതിയ പ്രസിദ്ധേച്ചി. കുഞ്ഞെവിടെ? കുഞ്ഞിറങ്ങാ, മെമ്പർ കേറിയിരിക്കേ. അയ്യോ, ഇരിക്കുന്നില്ല. പുതിയ ആള് മോളാണല്ലേ? അതെ. എന്താ പേര് വല്ലതും തീരുമാനിച്ചോ? സ്വതന്ത്ര. നല്ല ഗുമ്മു പേരാണല്ലോ. ഞങ്ങൾ വന്നത് സന്ദീപേ, അതിങ്ങെടുത്തേ. ഇതാ, നിങ്ങൾ നല്ലൊരു ഫൈറ്ററാ പ്രസിദ്ധേച്ചി. ഞാനല്ല, എന്റെ പാർട്ടിയാ ഫൈറ്റ് ചെയ്തത്. എന്നാ ശരി പ്രസിദ്ധേച്ചി, പോട്ടെ. ശരി. വാടാ, വാ. അല്ല, നമ്മുടെ കുഞ്ഞിനെ കണ്ടില്ലല്ലോ. അത് സമാധാനത്തിന് നോക്കട്ടെ. വാ. എന്താ സാക്കളെ? ഒന്നുമില്ല, ചുമ്മാ അങ്ങാടിക്ക് ഇറങ്ങിയതാ. ഞങ്ങൾ പ്രസിദ്ധേച്ചിയെ കണ്ടെന്ന് അഭിവാദ്യം അർപ്പിക്കാൻ വേണ്ടി വന്നാ. പുതിയ കാലം, പുതിയ ശീലങ്ങൾ. അല്ല മെമ്പർ? അതെ, പാടും. വാ. പ്രസിദ്ധേച്ചിയുടെ മോളല്ലേ വരുന്നേ? എന്താ മോളെ, ഇന്ന് സ്കൂൾ നേരത്തെ വിട്ടാ? ശരി കേട്ടോ. സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ കൂറും വിശ്വസ്തതയും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തതയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു.